ഒരു ഞായറാഴ്ച നമുക്ക് എന്നാക്ക പണികളല്ലേ. നേരത്തെ എന്നല്ല ഇപ്പോഴും ഈ ഒരു ഏതെങ്കിലുമൊക്കെ ഒരു ദിവസം കാക്ക ഇരുന്ന് വിരുന്ന് വിളിക്കുമ്പോൾ എൻ്റെ അമ്മ പറയും, കാക്ക ഇരുന്ന് കാര്യമ്പോൾ എൻ്റെ അമ്മ പറയും ആരോ വരുന്നുണ്ട്. അപ്പം അമ്മ ചോദിക്കും കാക്ക വടക്കോട്ട് പോകാനാണോ തെക്കോട്ട് പോകാനാണോ എന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയും തെക്കോട്ടാണെങ്കിൽ പറയും തെക്കിന്ന് ആരോ വരാനുണ്ട്, അത്യാവശ്യം കറിയൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ പറയുമായിരുന്നു. അപ്പം പറഞ്ഞു വന്നു ഇന്ന് ഞായറാഴ്ച നല്ല പണിയുണ്ട്, കാരണം ഇന്ന് നമുക്ക് ഗസ്റ്റ് ഉണ്ട്. പക്ഷെ ഇന്ന് കാക്ക വിരുന്ന് വിളിച്ചില്ല കേട്ടോ. നമുക്ക് വരുന്നത് ഒരു എന്താ പറയണ്ടേ, ഒരു വലിയ ഗസ്റ്റും രണ്ട് കുട്ടി ഗസ്റ്റും. അപ്പോൾ ഗസ്റ്റ് ആരാന്നൊക്കെ ഉള്ളത് വഴിയേ പറഞ്ഞു തരാവേ. ഞാൻ ഫസ്റ്റ് തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചിട്ടുണ്ട് അവിയലിന് വേണ്ടിയിട്ടാണ്. അത് പിന്നെ എടുത്ത് ഒന്ന് ഒതുക്കി അതിനകത്തേക്ക് ചേർത്ത് കഷ്ണമൊക്കെ അമ്മ അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അതിലേക്ക് നേരെ അരപ്പെല്ലാം കൂടെ ഒന്ന് ഒതുക്കിയത് വിട്ട് പിന്നെ അതിൻ്റെ നടുക്കായിട്ടൊരു കുളവും കൂടെ കുത്തി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചില്ലെങ്കിൽ എപ്പോഴും ഇത് അടിയിൽ പിടിക്കും. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചാൽ സൂപ്പർ ടേസ്റ്റുമാണ്. പിന്നെ അത് നേരെ അടുപ്പയിൽ വെച്ചിട്ട് വേണം എനിക്ക് ചിക്കനുള്ളത് അരിഞ്ഞ് വെക്കാനും. ചിക്കൻ ഓൾറെഡി ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടേ. അപ്പോൾ അതിനുള്ള വെച്ചിട്ട് നേരെ പോയിട്ട് സവോളയൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഈ സവോളയൊക്കെ അരിയുമ്പോഴത്തേനും കണ്ണെല്ലാം കുടുകുടൂന്ന് ഒഴുകുവാണ്. ഇതിനൊക്കെ വല്ല മെഷീനും ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷേ എൻ്റെ ഒരു ചോപ്പർ പോലത്തെ സാധനമൊക്കെ ഉണ്ട്. പക്ഷേ അത് ഞാൻ ഒരിടം വാങ്ങിച്ചിട്ടങ്ങ് സെറ്റായില്ല. കൈകൊണ്ട് തന്നെ അരിഞ്ഞ് പെറുക്കി എടുക്കുക. പിന്നെ എല്ലാം അരിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉരുളക്കിഴങ്ങും കൂടെ അരിയുന്നുണ്ട്. അത് ശരിക്കും ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ളതല്ലായിരുന്നു, അവിയലിനിടാൻ വേണ്ടിയിട്ടായിരുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ, അവിയൽ എന്തായാലും അടുപ്പയിലും വെച്ച് പോയി. പിന്നെ അതിപ്പോൾ ചിക്കൻ കറിയിലിടാമെന്ന് വിചാരിച്ചു. പിന്നെ തക്കാളി ഞാൻ എടുക്കുക അരിയുന്നുമുണ്ട് തിന്നുന്നുമുണ്ട്. തക്കാളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതിനകത്തൊക്കെ ആവശ്യമായ പച്ചമുളക്, ക്യാപ്സിക്കം, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില കുറച്ച് കൂടുതൽ എടുക്കും കേട്ടോ. മല്ലിയിലയുടെ ഫ്ലേവർ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് പിന്നെ എനിക്ക് ഇഞ്ചി ചുരണ്ടുന്ന കാര്യം ഏറ്റവും കലിയാണ്. ഇങ്ങനെ ചുരണ്ടി മനുഷ്യൻ്റെ ഉപ്പാടിളകും. എന്തെങ്കിലുമൊക്കെ എളുപ്പ വഴി ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നല്ലേ. അപ്പോൾ പറഞ്ഞു വന്നത് ഞാൻ ഇഞ്ചിയെല്ലാം ചുരണ്ടി അരിഞ്ഞൊക്കെ എടുത്ത് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ 2-3 ചിക്കൻ പീസ് എടുത്ത് വറുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ 2 കുട്ടി ഗസ്റ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കുട്ടി ഗസ്റ്റിന് ഈ ചിക്കൻ വറുത്തത് ഭയങ്കര ഇഷ്ടമാണ്. അവന്മാർക്ക് ചിക്കൻ എന്ന് പറഞ്ഞാലേ ഭയങ്കര ഇഷ്ടമാണ്. ചിക്ക എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് അമ്മ ഓൾറെഡി അരച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലെന്തൊക്കെയാണ് ചേർത്തിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും നല്ല സ്മെല്ലായിരുന്നു. പിന്നെ ഞാനതൊക്കെ ചേർത്ത് ഇച്ചിരി ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് നല്ല സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നേ. അത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം എനിക്ക് ഗസ്റ്റിനെ കൂട്ടിക്കൊണ്ട് വരാൻ ബസ് സ്റ്റോപ്പിൽ പോകാനായിട്ട്. അവരിറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇച്ചിരി സമയം എടുക്കും. അപ്പോൾ ഞാൻ പോകുന്ന സമയത്ത് അമ്മ കൊഴുവ വെട്ടു കേട്ടോ. ഇത് കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ പോയി മേടിച്ച കൊഴുവേണേ. പിന്നെ ഞാൻ നേരെ ഗസ്റ്റിനെ കൂട്ടാൻ വേണ്ടിയിട്ട് പോയി. വേറെ ആരും അല്ല, അതാ വരുന്നതാണ് നമ്മുടെ ഗസ്റ്റ്. എൻ്റെ ചേച്ചിയും പിള്ളേരുമാണേ. അവർ അക്കരയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അവർ വന്നു, അവരെ കൂട്ടി നേരെ വീട്ടിലോട്ട്. ഇതെൻ്റെ അപ്പൂപ്പനാട്ടോ. അപ്പൂപ്പനാണെങ്കിൽ അവരെ കാണാൻ വേണ്ടിയിട്ട് വഴിയിൽ വന്ന് നോക്കി നിൽക്കുമായിരുന്നു. അത്രയ്ക്ക് ഇഷ്ടമാണ് അപ്പൊക്കെ അവരെ. അപ്പോൾ അവർ വന്നു നേരെ. ഇനിയിപ്പോൾ അമ്മയുടെയും മകളുടെയും തമ്മിലുള്ളൊരു സ്നേഹപ്രകടനം കാണാം കേട്ടോ. അവരെന്നല്ല, ഞങ്ങൾ മൊത്തം 4-5 മാസം കൊണ്ടാണ് അവൾ വീട്ടിലോട്ടൊക്കെ വരുന്നത്. കുറച്ച് ഇഷ്യൂസൊക്കെ കാരണം അവളങ്ങനെ വരാറില്ലായിരുന്നു.